ബാലഗോകുലം ദക്ഷിണ കേരളം 50ാമത് വാർഷിക സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തീയ കാര്യകർത്താക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ വിഷയങ്ങളിൽ കുട്ടികളുമായി സംവദിക്കും. അതേസമയം സമ്മേളന നഗരിയിലേക്ക് ഗവർണർ എത്തിച്ചേരേണ്ട റോഡുകളുടെ ശോചനീയാവസ്ഥ പ്രാദേശിക ഭരണകൂടം പരിഹരിക്കുന്നില്ലെന്ന് ബാലഗോകുലം ഭാരവാഹികൾ ആരോപിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സാംസ്കാരിക സംഘടനയായ ബാലഗോകുലത്തിന്റെ ദക്ഷിണ കേരള 50ാമത് വാർഷിക സമ്മേളനത്തിനായാണ് അനന്തപുരി ആതിഥേയത്വം വഹിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 117 താലൂക്കുകളിൽ നിന്നായി 1000-ൽ പരം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തീയ കാര്യകർത്താക്കളും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ കുട്ടികളുമായി സംവദിക്കും. അതേസമയം സമ്മേളന നഗരിയിലേക്ക് ഗവർണർ എത്തിച്ചേരേണ്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിൽ പ്രാദേശിക ഭരണകൂടം വീഴ്ച വരുത്തുകയാണെന്നുള്ള ആരോപണവും ശക്തമാവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ബാലഗോകുലത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 50 വർഷം പിന്നിടുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് ബാലഗോകുലത്തിന്റെ പ്രവർത്തനം ഒരു നിമിത്തമായി മാറിയിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വരാൻ പോകുന്ന വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ബാലസഭ, പ്രദർശിനി, കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസാംസ്കാരിക പരിപാടികളോടെ ജൂലൈ 13-നാണ് സമ്മേളനം അവസാനിക്കുക. ജനം, തിരുവനന്തപുരം.